Hi everybody, SSLC subject English. So today in this class we are going to discuss the chapter The Seedling. The Seedling is a beautiful poem, a beautiful motivational poem. Yes, a beautiful motivational poem written by Paul Laurence Dunbar. Paul Laurence Dunbar, a notable American poet and novelist. So അമേരിക്കൻ നോവലിസ്റ്റ് അതല്ലെങ്കിൽ പോയറ്റ് ആയിട്ടുള്ള പോൾ ലോറൻസ് ഡൻബാർ എഴുതിയിട്ടുള്ള മനോഹരമായ ഒരു മോട്ടിവേഷണൽ കവിതയാണ് ദ സീഡ്ലിംഗ് എന്ന് പറയുന്ന SSLC ഇംഗ്ലീഷിൽ പഠിക്കാൻ പോകുന്ന ഈ ഒരു ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഇതൊരു കവിതയാണ്, ഇതൊരു മോട്ടിവേഷണൽ കവിതയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഒരു കവിതയിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഒരു സീഡ്ലിങ്ങിലേക്കാണ്. അല്ലെങ്കിൽ ഒരു സീഡ്ലിംഗ്, എന്താ സീഡ്ലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിത്തിൽ നിന്നും മുളച്ചു വരുന്ന തൈ ഉണ്ടല്ലോ, അതിനാണ് സീഡ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സീഡ്ലിംഗ്, അതിൻ്റെ വളർച്ച, അതിൻ്റെ ഗ്രോത്ത്, അതിൻ്റെ ഹാർഡ് വർക്ക്, മുകളിലേക്ക് വളർന്ന് വരാനുള്ള അതിൻ്റെ ആ ഒരു ഹാർഡ് വർക്ക്, അതിൻ്റെ ഒരു കോൺഫിഡൻസ്, അതിനൊക്കെ കുറിച്ച് പറയുന്നൊരു കവിതയാണിത്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ വെച്ച് ജനങ്ങളിലേക്ക് ഒരു മെസ്സേജ് എത്തിക്കുകയാണ് പോയറ്റ്. എസ്പെഷ്യലി കുട്ടികളിലേക്ക് ഒരു മെസ്സേജ് എത്തിക്കുകയാണ് പോയറ്റ്. നമ്മളും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം, നമുക്കും ഒരുപാട് ഡ്രീംസ് വേണം, ഹോപ്പ് വേണം, ഒപ്റ്റിമിസം, ശുഭാപ്തി വിശ്വാസം വേണം, അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ഒരു സക്സസ് ഓഫ് ഫ്ലവർ നമുക്കും ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ കവിതയിലൂടെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മോട്ടിവേഷണൽ കവിതയാണ് ഇത്. മനോഹരമായ ഒരു മോട്ടിവേഷണൽ പോയമായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. ബാക്കി എന്തൊക്കെയാണ് ഇതിൻ്റെ ഓരോ സ്റ്റാൻഡ്സിലും എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ നൗ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് ദ ചാപ്റ്റർ. Okay students, so now let's discuss the poem The Seedling. See the first stanza. As a quiet little seedling lay within its darksome bed, to itself it fell a talking, and this is what it said. നോക്കാം. As a quiet little seedling, അതായത് ഒരു സീഡ്ലിങ്ങിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. സീഡ്ലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിത്ത് അല്ലേ. അപ്പോൾ സീഡ്ലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്തിൽ നിന്നും മുളച്ചു വരുന്ന തൈ ഉണ്ടല്ലോ, അപ്പോൾ വിത്തിൽ നിന്നും പിന്നെ കുറച്ചൊന്ന് പൊന്തി വരുന്ന മുളച്ചു വരുന്ന ആ ചെറിയ തൈ, അപ്പോൾ അങ്ങനെ മുളച്ചു വരുന്ന ആ ഒരു ലീഫ് അല്ലെങ്കിൽ ചെടി, അല്ലെങ്കിൽ അത് ചെടിയായിട്ട് പിന്നീട് അങ്ങ് മാറും. അപ്പോൾ അതിനെയാണ് പിന്നെ സീഡ്ലിങ്സ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കവിതയിൽ ഒരു സീഡ്ലിങ്ങിൻ്റെ ഒരു യാത്രയെക്കുറിച്ചിട്ടാണ്, വളർച്ചയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ സീഡ്ലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിത്ത് പൊട്ടിത്തെറിച്ച് ആ വിത്തിൽ നിന്നും പിന്നെ മുളച്ചു വരുന്ന തൈ, അതാണ് സീഡ്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാണ്? ക്വൈറ്റ്, അതായത് നിശബ്ദമായി, സൈലൻ്റായിട്ട്, കമൻ ക്വയറ്റായിട്ടൊരു വിത്ത്, ഒരു സീഡ് ലേ വിത്തിൻ ഇറ്റ്സ് ഡാർക്ക് സം ബെഡ്, കിടക്കുകയാണ്. എവിടെയാണ്? വിത്തിൻ ഇറ്റ്സ് ഡാർക്ക് സം ബെഡ്. അതായത് ഈ ഡാർക്ക് സം ബെഡ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്, ഇരുണ്ട ബെഡ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് മണ്ണിനെയാണ്. സോ മണ്ണിൻ്റെ അടിയിൽ, അതിൻ്റെ ആഴങ്ങളിൽ നിശബ്ദമായി നിൽക്കുന്ന ഒരു വിത്തിനെ കാണിച്ചുകൊണ്ടാണ് ഈ കവിത തുടങ്ങുന്നത്. ടു ഇറ്റ്സെൽഫ് ഇറ്റ് ഫെൽ എ ടോക്കിംഗ്, അതിനോട് തന്നെ സ്വയം സംസാരിക്കുകയാണ്. ആൻഡ് ദിസ് ഈസ് വാട്ട് ഇറ്റ് സെറ്റ്, എന്താണ് ആ വിത്ത് സ്വയം പറയുന്നത്? ഐ ആം നോട്ട് സോ വെരി റോബസ്റ്റ്, ഞാൻ കരുത്തനല്ല. റോബസ്റ്റ് എന്ന് വെച്ചാൽ സ്ട്രോങ് ആയിട്ടുള്ള ഒന്ന്. അപ്പോൾ ഞാൻ സ്ട്രോങ് ആയിട്ടുള്ള ഒന്നല്ല. ബട്ട് ഐ വിൽ ഡു ദ ബെസ്റ്റ് ഐ ക്യാൻ, പക്ഷേ എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം, പരമാവധി ഞാൻ എന്ത് ചെയ്യും, ചെയ്യാനായിട്ട് ശ്രമിക്കും. ആൻഡ് ദ സീഡ്ലിംഗ് ഫ്രം ദാറ്റ് മൊമെൻറ്റ് ഇറ്റ്സ് വർക്ക് ഓഫ് ലൈഫ് ബിഗാൻ. അപ്പോൾ ആ ഒരു മൊമെൻറ്റ് മുതൽ, അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റിൽ തന്നെ ഈ ഒരു സീഡ്ലിങ് അതിൻ്റെ വർക്ക് തുടങ്ങുകയാണ്, ലൈഫിലേക്കുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ലൈഫ് തുടങ്ങാനുള്ള ആ ഒരു വർക്ക് ആരംഭിക്കുകയാണ്. സോ ഈ ഒരു രണ്ട് സ്റ്റാൻസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു മോട്ടിവേഷണൽ ടോണിലാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. അപ്പോൾ പ്രകൃതിയിലുള്ള ഒരു എലമെൻറ്റ് കടമെടുത്തിട്ട്, ആ ഒരു എലമെൻറ്റ് വെച്ചിട്ട് മനുഷ്യ സമൂഹത്തിന് തന്നെ വലിയൊരു മെസ്സേജ്, ഒരു മോട്ടിവേഷണൽ ടോണ് കൊടുക്കുകയാണ് ഇവിടെ പോയറ്റ്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി തിരഞ്ഞെടുത്ത ഒന്നാണ് ഈ സീഡ്ലിംഗ് എന്ന് പറയുന്നത്. മണ്ണിൻ്റെ അടിയിൽ, ആ നിശബ്ദതയിൽ, ഇരുണ്ട ആ ഭൂമിക്കുള്ളിൽ നിൽക്കുന്ന ഈ ഒരു സീഡ്ലിംഗ് സ്വയം തീരുമാനിക്കുകയാണ്, ഞാൻ അത്ര വലിയ കരുത്തനൊന്നും അല്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കും ഈ മണ്ണിൻ്റെ പുറത്തേക്ക്, വെളിയിലേക്ക് വരാനായിട്ട്, ഒരു ചെടിയായിട്ട്, ഒരു മരമായിട്ട് മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു കോൺഫിഡൻസ്, ആ ഒരു സീഡ്ലിങ്ങിൻ്റെ ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒപ്റ്റിമിസം എന്ന് വെച്ചാൽ ശുഭാപ്തി വിശ്വാസം, ഹോപ്പ്, പ്രതീക്ഷ. അപ്പോൾ ഇതൊക്കെയാണ് ഈ കവിതേൻ്റെ മെസ്സേജ്
മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളും നമ്മുടെ മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ എന്ത് കൈവിടാൻ പാടില്ല, പ്രതീക്ഷ കൈവിടാൻ പാടില്ല. നമ്മൾ ഒപ്റ്റിമിസം ആയിരിക്കണം നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്, പെസിമിസം അല്ല. പെസിമിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒപ്റ്റിമിസത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. എപ്പോഴും നമുക്ക് ശുഭാപ്തി വിശ്വാസം മൈൻഡിൽ വേണം, പ്രതീക്ഷ മനസ്സിൽ വേണം, കോൺഫിഡൻ്റ് ആയിരിക്കണം നമ്മൾ എന്നുള്ള രീതിയിലുള്ളൊക്കെ കുറേയധികം മെസ്സേജുകൾ പകർന്നു നൽകുകയാണ് ഈ ഒരു കവിതയിലൂടെ. So it pushed a little leaflet up into the light of day. അങ്ങനെ പതുക്കെ ഇതെന്ത് ചെയ്യാൻ തുടങ്ങി, ഈ വിത്ത് ഇറ്റ് പുഷ്ഡ് എ ലിറ്റിൽ ലീഫ്ലെറ്റ്, ഒരു ചെറിയൊരു ലീഫ്ലെറ്റ് പുറത്തേക്ക്, അതായത് മണ്ണിൻ്റെ അകത്തു നിന്നും പുറത്തേക്ക് വെളിയിലേക്ക് ഇട്ടു. ഇവിടെ ഈ ലീഫ്ലെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ലീഫ് ലൈക്ക് പാർട്ട് ഓഫ് കോമ്പൗണ്ട് ലീഫ്, അതായത് പിന്നെ ഈ വിത്തിൽ നിന്നും മുളച്ചു വരുന്ന തളിരിടുക എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ മുളച്ചു വരുന്ന ആദ്യത്തെ ആ ഒരു ലീഫ്, അപ്പോൾ അത് പുറത്തേക്ക് വന്നു. ആൻഡ് അപ്പ് ഇൻ ടു ദ ലൈറ്റ് ഓഫ് ഡേ. ഈ ലൈറ്റ് ഓഫ് ഡേ എന്ന് ഉദ്ദേശിക്കുന്നത് ഭൂമിക്ക്, അതായത് മണ്ണിൻ്റെ പുറത്തേക്ക് എന്നുള്ള മീനിങ്ങിലാണ് കേട്ടോ. ഓക്കെ, മണ്ണിൻ്റെ അടിയിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. ടു എക്സാമിൻ ദ സറൗണ്ടിങ്സ് ആൻഡ് ഷോ ദ റെസ്റ്റ് ഓഫ് ദ വേ. എന്നിട്ട് ചുറ്റും അങ്ങനെ നോക്കി, എക്സാമിൻ ചെയ്തു, പരിശോധിച്ചു ചുറ്റും. ആദ്യമായിട്ട് മണ്ണിൻ്റെ അകത്തു നിന്നും പുറത്തേക്ക് വന്ന ഈ ഒരു ലീഫ്ലെറ്റ് ചുറ്റിലും അങ്ങനെ നോക്കി, തൻ്റെ സറൗണ്ടിങ്സൊക്കെ അങ്ങനെ നോക്കി. ആൻഡ് ഷോ ദ റെസ്റ്റ് ദ വേ. അപ്പോൾ ആൻഡ് ഷോ ദ റെസ്റ്റ് ദ വേ, അതായത് ബാക്കിയുള്ളവയ്ക്ക് വഴി കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇനിയും വരാനുണ്ട്, ഓക്കെ, ഇനിയും താഴ്ന്ന് വരാനുണ്ട്, അപ്പോൾ അതിന് വഴി കാണിക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ അതിന് പിന്നെ ഇനിയും മണ്ണിനടിയിൽ നിന്നും പൊന്തി വരാനുള്ളതിനൊക്കെ ഒരു പ്രചോദനമായി മാറാനൊക്കെ വേണ്ടിയിട്ട് തൻ്റെ ചുറ്റും നിരീക്ഷിച്ചു. ഓക്കെ, ആൻഡ് ഷോ ദ റെസ്റ്റ് ഓഫ് ദ വേ, ബാക്കി ഇനിയും വരാനുണ്ട് മണ്ണിൻ്റെ അടിയിൽ നിന്നും. ദ ലീഫ്ലെറ്റ് ലൈക്കഡ് ദ പ്രോസ്പെക്റ്റ്. ദ ലീഫ്ലെറ്റ് ലൈക്കഡ് ദ പ്രോസ്പെക്റ്റ്. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രോസ്പെക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹോപ്പാണ്, പ്രതീക്ഷയാണ്. സോ ദ ലീഫ്ലെറ്റ് ലൈക്കഡ് ദ പ്രോസ്പെക്റ്റ്. അപ്പോൾ അതിൻ്റെ മൈൻഡിൽ ഹോപ്പാണ്, പ്രതീക്ഷയാണുള്ളത്. അപ്പോൾ ആ ഒരു പുത്തൻ ഉണർവ്, ആ ഒരു പ്രതീക്ഷ, ഇനിയും പിന്നെ കുതിച്ച് ഉയരാൻ, വളർന്നു വരാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ, അത് ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു ലീഫ്ലെറ്റിന്. ദെൻ നെക്സ്റ്റ്, സോ ഇറ്റ് കോൾഡ് ഇറ്റ്സ് ബ്രദർ സ്റ്റെം. അങ്ങനെ അതിൻ്റെ ബ്രദറിനെ വിളിച്ചു, സ്റ്റെം. അപ്പോൾ ഒരു ചെടിയുടെ സ്റ്റെമ്മ്, ആ ചെടിയുടെ സ്റ്റെം അതായത് തണ്ട്, അപ്പോൾ അതിനെ വിളിച്ചു. അപ്പോൾ അവിടേക്ക് ഉദ്ദേശിക്കുന്നത് ഈ ചെടി പതുക്കെ പതുക്കെ അങ്ങനെ വളർന്ന് വരികയാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം ഒരു ലീഫ്ലെറ്റാണ് മണ്ണിൻ്റെ പുറത്തേക്ക് വന്നത്, പിന്നീട് സ്റ്റെമ്മ് വരാൻ തുടങ്ങി. ദെൻ 2 other leaflets heard it. ഇത് പിന്നെ വേറെ 2 ലീഫ്ലെറ്റുകൾ ഇത് കേട്ടു. ഓക്കെ, അതായത് നമ്മുടെ ആദ്യത്തെ ലീഫ്ലെറ്റ് ബ്രദറായ സ്റ്റെമ്മിനെ വിളിച്ചത്, വേറെയും 2 ലീഫ്ലെറ്റുകൾ കേട്ടു. അങ്ങനെ അവരും മണ്ണിന് പുറത്തേക്ക് വന്നു. ആൻഡ് ക്വിക്ക്ലി ഫോളോഡ് ദം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വിത്ത് ഒരു ചെടിയായിട്ടും അങ്ങനെ മാറുന്ന ആ ഒരു പ്രോസസ്സാണ്, ആ ഒരു കാര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. To be sure, the haste and hurry made the seedling sweat and plant, but almost before it knew it, it found itself a plant. So to be sure, തീർച്ചയായിട്ടും ദ ഹേസ്റ്റ് ആൻഡ് ഹറി. ഈ ഹേസ്റ്റ് ആൻഡ് ഹറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം മീനിങ് ആണ് ഹേസ്റ്റിനും ഹറിക്കും, അതായത് തിരക്ക്, അതായത് ഹറി വറി എന്നൊക്കെ നമ്മൾ പറയില്ലേ, പെട്ടെന്ന് അല്ലെങ്കിൽ തിരക്ക് പിടിച്ചിട്ട് എന്നുള്ള മീനിങ് ആണ്. സോ ടു ബി ഷുവർ ദ ഹേസ്റ്റ് ആൻഡ് ഹറി മെയ്ഡ് ദ സീഡ്ലിംഗ് സ്വെറ്റ് ആൻഡ് പ്ലാന്റ്. അപ്പോൾ ഈ ചെടിക്ക്, ഈ ഒരു വിത്തിന് മുളച്ച് പൊന്തി ഒരു ചെറിയ ചെടിയായി മാറി പിന്നീട് ഒരു വലിയ മരമായി മാറാനൊക്കെ ഭയങ്കര തിടുക്കമായിരുന്നു. അതായത് ഗ്രൗത്ത് അത് കിട്ടാനായിട്ട് ഭയങ്കര തിടുക്കമായിരുന്നു. സോ ഇറ്റ് മെയ്ഡ് ദ സീഡ്ലിംഗ് സ്വെറ്റ് ആൻഡ് പ്ലാന്റ്. അപ്പം അങ്ങനെ പതുക്കെ സീഡ്ലിംഗ് എന്ത് ചെയ്യാൻ തുടങ്ങി, വിയർക്കാൻ തുടങ്ങി. ഈ വിയർക്കാൻ തുടങ്ങി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അത് ഹാർഡ് വർക്കിനെ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. ഈ നമ്മൾ വിയർക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ഹാർഡ് വർക്കിനെയാണ്, കഠിനാധ്വാനത്തിനെ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഈ പറയുന്നത് പോലെ തന്നെ ജലവും മറ്റു കാര്യങ്ങളും ഒക്കെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് വലിച്ചെടുത്ത് ഹാർഡ് വർക്ക് ചെയ്ത് അത് ആ ഒരു ഗ്രോത്ത് എന്നുള്ള ഒരു പ്രൊസീജിയർ, അത് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണ്, പ്ലാന്റ് ആക്കിയിട്ട് മാറ്റുകയാണ്. ബട്ട് ഓൾമോസ്റ്റ് ബിഫോർ ഇറ്റ് ന്യൂ ഇറ്റ് ഫൗണ്ട് ഇറ്റ് സെൽഫ് എ പ്ലാന്റ്. അങ്ങനെ അതൊരു പ്ലാന്റായിട്ട്, ഒരു ചെടിയായിട്ട് മാറുകയാണ് ആ സീഡ്ലിംഗ്. ദ സൺഷൈൻ പവേർഡ് അപ്പോൺ ഇറ്റ്. അപ്പോൾ ചെടിയായി മാറിയപ്പോഴോ ദ സൺഷൈൻ പവേർഡ് അപ്പോൺ ഇറ്റ്. അപ്പോൾ സൂര്യൻ്റെ വെളിച്ചം ഈ പറയുന്ന ചെടിയിലേക്ക് പിന്നെ പവർ ചെയ്യപ്പെട്ടു എന്ന് പറയുകയാണ്. അതായത് സൂര്യൻ്റെ വെളിച്ചം ഈ പറയുന്ന ചെടിയിലേക്ക് തളിക്കപ്പെട്ടു. ആൻഡ് ദ ക്ലൗഡ്സ് ദേ ഗേവ് എ ഷവർ. അതുപോലെ തന്നെ മേഘങ്ങൾ അവരെന്ത് ചെയ്യാൻ തുടങ്ങി, മഴ പിന്നെ ഉണ്ടാക്കാൻ തുടങ്ങി, മഴ പൊഴിക്കാൻ തുടങ്ങി. ദേ ഗേവ് എ ഷവർ, അതായത് മേഘങ്ങൾ മഴ നൽകി.
ആൻഡ് ദ ലിറ്റിൽ പ്ലാന്റ് കെപ്റ്റ് ഗ്രോവിങ്. അപ്പോൾ ഇതൊക്കെ ഈ വെയിലും സൂര്യപ്രകാശവും മഴയും ഒക്കെ കിട്ടി, ജലമൊക്കെ ആവശ്യത്തിന് സ്വീകരിച്ച്, സൂര്യപ്രകാശമൊക്കെ ആവശ്യത്തിന് സ്വീകരിച്ച് ഈ ചെടി അത് വീണ്ടും വളരാനായിട്ട് തുടങ്ങി. ടിൽ ഇറ്റ് ഫൗണ്ട് ഇറ്റ് സെൽഫ് എ ഫ്ലവർ. ഒരു പൂവ് ഉണ്ടാക്കുന്നത് വരെ അത് വളർന്നു എന്ന് പറയുകയാണ്. ഒരു പൂവ് അവസാനം ഒരു പൂവ് പിന്നെ വിടർത്തുന്നത് വരെ ആയി. ദെൻ ലിറ്റിൽ ഫോക്സ് ബി ലൈക്ക് ദ സീഡ്ലിംഗ്. ഇത്രയും പറഞ്ഞതിന് ശേഷം അടുത്ത 2 സ്റ്റാൻസ, അതായത് ഈ കവിതയുടെ അവസാനത്തെ 2 സ്റ്റാൻസ എന്ന് പറയുന്നത് ലിറ്റിൽ ഫോക്സ്, അതായത് പോയറ്റ് പിന്നെ മറ്റുള്ളവരോട് പറയുകയാണ്, കുട്ടികളോട് അതല്ലെങ്കിൽ ഓഡിയൻസിനോട്, അത് ആരുമാകാം, പോയറ്റ് പറയുകയാണ് ലിറ്റിൽ ഫോക്സ് ബി ലൈക്ക് ദ സീഡ്ലിംഗ്. ഈ വിത്തിനെ പോലെ ആവണം നിങ്ങൾ എന്ന് പറയുകയാണ്. അപ്പോൾ അത് കുട്ടികളോടാകാം, അതല്ലെങ്കിൽ സൊസൈറ്റിനോടാവാം, ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ ലിറ്റിൽ ഫോക്സ് ബി ലൈക്ക് ദ സീഡ്ലിംഗ്. നമ്മളും എന്തിനെ പോലെ ആവണം? ഈ വിത്തിനെ പോലെ ആവണം. ആൾവേസ് ഡു ദ ബെസ്റ്റ് യു ക്യാൻ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ബെസ്റ്റ് നിങ്ങൾ ചെയ്യണം. എവറി ചൈൽഡ് മസ്റ്റ് ഷെയർ ലൈഫ്സ് ലേബർ ജസ്റ്റ് ആസ് വെൽ ആസ് എവറി മാൻ. അപ്പോൾ അതേപോലെ തന്നെ എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം? എല്ലാ കുട്ടികളും അവരുടെ ജീവിതത്തിൻ്റെ ലേബർ, ആ ഒരു വർക്ക്, ആ ഒരു ഹാർഡ് വർക്ക് അത് നന്നായിട്ട് ചെയ്യണം, എന്നാലേ നല്ല ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുകയാണ്. ജസ്റ്റ് ആസ് വെൽ ആസ് എവറി മാൻ. ആൻഡ് ദ സൺ ആൻഡ് ഷവേഴ്സ് വിൽ ഹെൽപ്പ് യു. നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ വളരണം, മാറണം, വളരണം, വലുതാവണം എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ, ആ ഒരു കോൺഫിഡൻറ്റോട് കൂടിയിട്ട്, ആ ഒരു ഹോപ്പ് അല്ലെങ്കിൽ ഒപ്റ്റിമിസം, ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ വളരെയധികം കോൺഫിഡൻ്റ് ആണ് എങ്കിൽ, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും സൂര്യനും മഴയും ഒക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും എന്ന് പറയുകയാണ്. അതായത് ആദ്യം വിചാരിക്കേണ്ടത് ആരാണ്? നമ്മൾ തന്നെയാണ്. ഉയരണം, വളരണം എന്നൊക്കെ ആദ്യം വിചാരിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ ആ ഒരു ചിന്ത അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഡിസിഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, പിന്നെ പലയിടങ്ങളിൽ നിന്നും നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ള ഹെൽപ്പ് കിട്ടും എന്ന് പറയുകയാണ്. ഈ വിത്ത് ഹാർഡ് വർക്ക് ചെയ്ത് മണ്ണിൻ്റെ പുറത്തേക്ക് വന്നപ്പോൾ സൂര്യനും മേഘവും ഒക്കെ എങ്ങനെയാണോ സഹായിച്ചത്, അതുപോലെ നമ്മളെയും സഹായിക്കാനായിട്ട് പലരും ഉണ്ടാകും എന്നാണ് അതിൻ്റെ അർത്ഥം. ത്രൂ ദി ലോൺസം സ്ട്രഗ്ലിംഗ് ഹവേഴ്സ്. അപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഒറ്റപ്പെടലുണ്ടാവാം, ലോൺസം, അതല്ലെങ്കിൽ സ്ട്രഗ്ലിംഗ് ഹവേഴ്സ് ആയിരിക്കാം. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. ടിൽ യു റൈസ് ടു ലൈറ്റ് ആൻഡ് ബ്യൂട്ടി. നമ്മൾ ഏതുവരെ വർക്ക് ചെയ്യണം? ടിൽ എന്ന് വെച്ചാൽ വരെ, ഏതുവരെ വർക്ക് ചെയ്യണം? യു റൈസ്, നിങ്ങൾ ഉയരുന്നത് വരെ വർക്ക് ചെയ്യണം. ടു ലൈറ്റ്, വെളിച്ചത്തിൻ്റെ അവിടെ വരെ, ഉയരുന്നത് വരെ, അതായത് നിങ്ങളൊരു വെളിച്ചമായിട്ട് മാറുന്നത് വരെ, അതിൻ്റെ അങ്ങേ അറ്റം വരെ നിങ്ങൾ ഉയരണം, അതുവരെ നിങ്ങൾ വർക്ക് ചെയ്യണം എന്ന് പറയുകയാണ്. ടു ലൈറ്റ് ആൻഡ് ബ്യൂട്ടി, വിർച്യൂസ് ഫെയർ, നന്മയുടെ ശോഭ, മനോഹാരിത, വെളിച്ചം, അതൊക്കെ കിട്ടുന്നത് വരെ നിങ്ങൾ വർക്ക് ചെയ്യണം എന്ന് പറയുകയാണ്. അങ്ങനെ അൺഫെയ്ഡിങ് ഫ്ലവേഴ്സ്, ഒരിക്കലും മായാത്ത വാടാത്ത പൂക്കൾ ഉണ്ടാകുന്നത് വരെ നിങ്ങൾ വർക്ക് ചെയ്യണം എന്ന് പറയുകയാണ്. സോ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മോട്ടിവേഷണൽ കവിത തന്നെയാണ് ഈ പറയുന്ന സീഡ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വിത്തിനെ കാണിച്ചുകൊണ്ട്, അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അതിൻ്റെ ഗ്രോത്ത്, അതിൻ്റെ ഹാർഡ് വർക്ക്, അതിൻ്റെ ഡിസിഷൻ, ഇതൊക്കെ കാണിച്ചുകൊണ്ട് പോയറ്റ് വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണ്, ഒരു മോട്ടിവേഷണൽ സ്പീച്ച് കൊടുക്കുകയാണ്. നിങ്ങൾ എന്തിനെ പോലെയാവണം? ഈ പറയുന്ന വിത്തിനെ പോലെ ആയിരിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? അന്ധകാരത്തിൻ്റെ ഇരുട്ടിലാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഹാർഡ് വർക്കോടുകൂടി, ഡിസിഷനോടുകൂടി, ഹോപ്പോടുകൂടി, ഒപ്റ്റിമിസത്തോടുകൂടി നിങ്ങൾ കുതിച്ച് ഉയർന്ന് വെളിച്ചം കാണണം എന്നുള്ളൊരു മെസ്സേജാണ് ഈ ഒരു കവിത മുന്നോട്ട് വയ്ക്കുന്നത്. ഏതൊരു കവിതയിലും ഒരുപാട് പോയറ്റിക് ഡിവൈസുകൾ കാണാൻ പറ്റും. അപ്പോൾ ചുരുക്കത്തിൽ ഇപ്പോൾ ഈ കവിതയിലും ഒത്തിരി പോയറ്റിക് ഡിവൈസുകളുണ്ട്. അപ്പോൾ നമ്മൾ ചുരുക്കത്തിൽ 1-2-3 പോയറ്റിക് ഡിവൈസുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ പറയാൻ പറ്റുന്ന ഒന്നാണ്, ഈ കവിതയിൽ പേഴ്സോണിഫിക്കേഷൻ വളരെ പ്രകടമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? അതായത് ലിവിങ് തിങ്സിൻ്റെ ക്വാളിറ്റീസ് നോൺ ലിവിങ് തിങ്സിന് കൊടുക്കുന്നതിനെയാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ജീവനുള്ള ആൾക്കാരുടെ സവിശേഷതകൾ ജീവനില്ലാത്ത ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്ത് പറയുക, അതിനെയാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, കാറ്റ് എന്നെ ഉമ്മ വെച്ചു, അല്ലെങ്കിൽ സൺ കിസ്ഡ് മീ, സൂര്യൻ എന്നെ ചുംബിച്ചു എന്നൊക്കെ പറയുന്നത് അത് പേഴ്സോണിഫിക്കേഷൻ്റെ എക്സാമ്പിളാണ്. സൂര്യൻ ശരിക്കും ഉമ്മ വയ്ക്കില്ല, അല്ലേ? അപ്പോൾ അത് ജീവനുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ്, കിസ്സിങ്. ഓക്കെ, അപ്പോൾ അത് ജീവനില്ലാത്തൊരു കാര്യത്തിന് അത് കൊടുത്തുകൊണ്ട് കമ്പയർ ചെയ്യുന്നു. അതല്ലെങ്കിൽ കാറ്റടിച്ചപ്പോൾ ഇലകൾ കാറ്റിൽ നൃത്തം ചെയ്തു എന്ന് പറയുന്ന ഒരു വരി, ഇലകൾ കാറ്റിൽ നൃത്തം ചെയ്തു, അത് പേഴ്സോണിഫിക്കേഷനാണ്. ഇലകൾ ഒരിക്കലും നൃത്തം ചെയ്യില്ല, ദേ വിൽ നോട്ട് ഡാൻസ്. അപ്പോൾ ഇലകൾ ആടി
ജസ്റ്റ് ഷെയ്ക്ക് ചെയ്തു എന്നുള്ളത് നമ്മൾ കുറച്ചൊരു പോയറ്റിക് ഡിവൈസോട് കൂടിയിട്ട് പിന്നെ പറയുകയാണ്, ഒരു ഡെക്കറേറ്റീവ് ലാംഗ്വേജ് ആയിട്ട് പറയുകയാണ്, ഇലകൾ കാറ്റിൽ നൃത്തം ചെയ്തു. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുക. അതായത് ലിവിങ് തിങ്സിൻ്റെ ക്വാളിറ്റീസ് നോൺ ലിവിങ് തിങ്സിന് കൊടുക്കുന്നതിനെയാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈ വിത്തിന് പിന്നെ ഒരു ഹ്യൂമൻ ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുതന്നെയാണ് പേഴ്സോണിഫിക്കേഷൻ. നോക്കൂ, ദ സീഡ്ലിംഗ് ഈസ് ഗിവൺ ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് ദ എബിലിറ്റി ടു ടോക്ക് ആൻഡ് ടു ഹാവ് തോട്ട്. അതായത് ഒരു മനുഷ്യനെ പോലെ സംസാരിക്കുന്ന, ചിന്തിക്കുന്ന ഒന്നായിട്ടാണ് ഇവിടെ വിത്തിനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് പേഴ്സോണിഫിക്കേഷൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, ഇതിലുള്ള ചില വരികൾ തന്നെ നമുക്ക് നോക്കാം. ടു ഇറ്റ് സെൽഫ് ഇറ്റ് ഫെൽ എ ടോക്കിംഗ് ആൻഡ് ദിസ് ഈസ് വാട്ട് ഇറ്റ് സെറ്റ്. ഐ ആം നോട്ട് സോ വെരി റോബസ്റ്റ് ബട്ട് ഐ വിൽ ഡു ദ ബെസ്റ്റ് ഐ ക്യാൻ. ഈ വരികളൊക്കെ ഇത് പേഴ്സോണിഫിക്കേഷൻ ഈ കവിതയിലുണ്ട് എന്നുള്ളതിൻ്റെ എവിഡൻസുകളാണ്. അപ്പോൾ ഈ കവിതയിൽ വിത്ത് സ്വയം സംസാരിക്കുകയാണ് ഒരു വ്യക്തിയെപ്പോലെ. അപ്പോൾ അതുകൊണ്ട് പേഴ്സോണിഫിക്കേഷൻ ഈ കവിതയിൽ ഉണ്ട്. ഇനിയും കുറേ ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അനദർ ലൈൻ നോക്കും. ദ ലീഫ്ലെറ്റ് ലൈക്ക്ഡ് ദ പ്രോസ്പെക്റ്റ്. അപ്പോൾ ഈ മുളച്ചു വന്ന ലീഫ്ലെറ്റ് പിന്നെ ഈ ഒരു ഹോപ്പ്, ഈ ഒരു പ്രതീക്ഷ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഹ്യൂമൻ ക്വാളിറ്റിയാണ്. ഓക്കെ, അപ്പോൾ സീഡിന് അതല്ലെങ്കിൽ ലീഫിന് ഒരു ഹ്യൂമൻ ക്വാളിറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? പേഴ്സോണിഫിക്കേഷൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ കവിതയിൽ മെറ്റഫറായിട്ട് നമുക്ക് പറയാം. അതായത് ദ സീഡ്ലിംഗ് എന്ന് പറയുന്നതിനെ ഒരു മെറ്റഫറായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. മെറ്റഫർ ഫോർ ഹ്യൂമൻ പൊട്ടൻഷ്യൽ ആൻഡ് ജേർണി ഓഫ് ഗ്രൗത്ത്. അപ്പോൾ ഹ്യൂമൻ പൊട്ടൻഷ്യൽ അതല്ലെങ്കിൽ ജേർണി ഓഫ് ഗ്രൗത്ത് അതിൻ്റെ ഒരു മെറ്റഫറായിട്ടാണ് ഇതിൽ ഈ വിത്തിനെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ സിംബോളിസം. ഈ ഒരു സീഡ്ലിംഗ് എന്ന് പറയുന്നത് സിമ്പലായിട്ട് നമുക്ക് പറയാം. സീഡ്ലിംഗ് ഇറ്റ് സെൽഫ് ഈസ് എ സിമ്പൽ ഓഫ് എന്തിൻ്റെയൊക്കെ സിമ്പലാണ്? ഹോപ്പ് ആൻഡ് ഗ്രോത്ത്. പ്രതീക്ഷയുടെ അതല്ലെങ്കിൽ വളർച്ചയുടെ ഒക്കെ ഒരു സിമ്പലായിട്ടാണ് ഇതിൽ സീഡ്ലിങ്ങിനെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇമേജറീസിലേക്ക് ഒരുപാട് വിഷ്വൽ ഇമേജറീസ് ഈ കവിതയിലുണ്ട്. ഇതിൽ സീഡ്ലിംഗ് എന്ന് പറയുന്നത് തന്നെ, വിത്ത് എന്ന് പറയുന്നത് തന്നെ ഒരു വിഷ്വൽ ഇമേജറിയാണ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ ലീഫ്ലെറ്റ് എന്ന് പറയുന്നത് വിഷ്വൽ ഇമേജറിയാണ്. അതുപോലെ തന്നെ ഡാർക്ക് സം ബെഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് വിഷ്വൽ ഇമേജറിയാണ്. അതുപോലെ തന്നെ പ്ലാന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് വിഷ്വൽ ഇമേജറിയാണ്. സൺഷൈൻ, ക്ലൗഡ്സ്, ഷവർ, ഫ്ലവർ, ഇതൊക്കെ എന്താണ്? വിഷ്വൽ ഇമേജറീസിൻ്റെ എക്സാമ്പിൾസാണ്. സോ ഈ കവിതയിൽ ഒരുപാട് പോയറ്റിക് ഡിവൈസുകളും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. സോ സ്റ്റുഡൻസ്, ഇൻ ഷോർട്ട് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു മോട്ടിവേഷണൽ കവിതയാണിത്. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു മോട്ടിവേഷണൽ കവിതയാണ്. ഒരു വലിയൊരു മെസ്സേജ് പോയറ്റ് നമ്മുടെ മനസ്സിലേക്ക് പാകി വെക്കുകയാണ്. അതാണ് ഈ ഒരു കവിത എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിച്ചൊരു മീഡിയം എന്ന് പറയുന്നത് ഈ പറയുന്ന സീഡ്ലിംഗ് ആണ്. സീഡ്ലിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു, വിത്തിൽ നിന്നും മുളച്ചു വരുന്ന തൈയാണ്. അപ്പോൾ ആ തൈ എങ്ങനെയാണോ ആ ഇരുണ്ട ഭൂമിയിൽ നിന്നും, ഇരുണ്ട മണ്ണിനടിയിൽ കിടക്കുന്ന ആ അവസ്ഥയിൽ നിന്നും സ്വപ്നം കണ്ട് ആ സ്വപ്നം പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് മണ്ണിൽ നിന്നും തലപൊക്കി മുകളിലേക്ക് വരുന്നത് എങ്ങനെയാണോ, അതിൻ്റെ പ്രയാണം എങ്ങനെയാണോ, അതുപോലൊക്കെ തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതവും എന്ന് പറയുകയാണ്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഈ സീഡ്ലിങ്ങിനുള്ള പോലെ തന്നെ നമുക്ക് ഡ്രീം വേണം. നമുക്ക് ആ ഡ്രീം അച്ചീവ് ചെയ്യാനുള്ള ഗട്ട്സ് വേണം. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. ഒപ്റ്റിമിസം വേണം. ശുഭാപ്തി വിശ്വാസം വേണം. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളോട് കൂടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിനെ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും നമ്മുടെ ജീവിതത്തിലും നമുക്കൊരു ഫ്ലേവർ ഓഫ് സക്സസ് നമുക്കുണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ കവിത മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത്. So students, hope you understood. Bye all. Thank you.